ഹായ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എവിടെയായിരുന്നു അവസാനിപ്പിച്ചത്? ഇവർ ബാറ്റിൽ ആരംഭിക്കാനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ബാറ്റിൽ കാണാനായിട്ട്, ഇവരുടെ പോര് കാണാനായിട്ട് അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഒരു കാക്കയും അതുപോലെ ഒരു മൈനയും വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മിണ്ടാതെ അവിടെ ഇരുന്നാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബാറ്റിൽ തലയിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് ആണ്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. അപ്പോൾ കോബ്ര എന്താണ്, ഈ മംഗൂസിന്റെ ആക്രമണം പ്രതീക്ഷിച്ച് തന്നെ വളരെ ഡിഫെൻസീവ് ആയിട്ടില്ല, എതിർക്കാനുള്ളൊരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മെല്ലെ മെല്ലെ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മംഗൂസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, തെറ്റായ ഒരുപാട് മൂവ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോ ചലനങ്ങൾ നമ്മുടെ കോബ്ര അവിടെ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മംഗൂസിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ കോബ്രയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പക്ഷേ നമ്മുടെ മംഗൂസിന് നന്നായിട്ട് അറിയാം എന്താണ് തൻ്റെ ഓപ്പണന്റ് ആളെന്താണ്, ഒരു ചില്ലറക്കാരനൊന്നും അല്ല. അതെ അല്ലേ? അപ്പം എന്താണ് അവൻ്റെ കണ്ണുകളുടെ ശക്തി? ഓപ്പണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അത്രയും തിളക്കമുള്ള മാസ്മരികത നിറഞ്ഞിരിക്കുന്ന കണ്ണുകളാണ് ഈ കോബ്രയുടേത്. ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. അതുകൊണ്ട് തന്നെ നമ്മുടെ മംഗൂസിന് അറിയാം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല, താൻ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തില്ല? കോബ്രയുടെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. ഇൻസ്റ്റെഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹൂഡ് ആൻഡ് ഓപ്പൺ ദി അറ്റാക്ക്. അപ്പൊ കണ്ണിൽ നോക്കുന്നതിന് പകരം നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തു? കോബ്രയുടെ ഈ പത്തിക്ക് താഴെ നോക്കി, എന്നിട്ട് അറ്റാക്ക് ആരംഭിച്ചു. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. അപ്പോൾ എന്ത് ചെയ്തു? മംഗൂസ് ഇങ്ങനെ കുതിച്ചു പോവാണ് ആരുടെ അടുത്ത്? കോബ്രയുടെ അടുത്തേക്ക്. എന്നിട്ട് കോബ്രയെ ശ്രദ്ധ തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവനൊരു വ്യാജ നീക്കം അവിടെ ആര് നടത്തുന്നുണ്ട്? മംഗൂസ് നടത്തുന്നുണ്ട്, ആ കോബ്രയെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. പെട്ടെന്ന് എന്ത് ചെയ്തു? കോബ്ര വന്നിട്ട് കൊത്താനായിട്ട് വന്നു. ഹിസ് ഗ്രേറ്റ് ഹുഡ് came down so swiftly that I thought nothing could save the mongoose. അപ്പം ആ കോബ്രയുടെ പത്തി അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതിങ്ങനെ ഒരു താഴോട്ടേക്ക് ഇങ്ങനെ ചലിച്ചു വരികയാണ്. അത് കണ്ട സമയത്ത് നമ്മുടെ ഓദർ പറയാണ്, അത് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇനി ഒരിക്കലും ആർക്കും മംഗൂസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാൻ പറ്റില്ല. കാരണം ആ പത്തിയിൽ മംഗൂസ് പെട്ടു എന്ന് നമ്മുടെ ഓദർ പറയുകയാണ്. അങ്ങനെയാണ് അത് ശരിക്കും ആര് കണ്ടാലും എന്താ ചെയ്യാ തോന്നുന്നത്. But the little fellow jumped neatly to one side and darted in as swiftly as the cobra. പക്ഷേ നമ്മുടെ ചെറിയ മംഗൂസും എന്തല്ല അങ്ങനെ വലിയ വിവരമില്ലാത്ത ആളൊന്നുമല്ല അല്ലേ? അവൻ എന്ത് ചെയ്തു? വളരെ നീറ്റായിട്ട് ഒരു സൈഡിലേക്ക് ജമ്പ് ചെയ്തു അല്ലേ? മാറി നിന്നു. എന്നിട്ട് നമ്മുടെ കോബ്രയെ പോലെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിംഗ് അവേ ഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. എന്നിട്ട് എന്ത് ചെയ്തു? സ്നേക്കിന് എന്തെടുത്തു? ഒരു കടി അങ്ങ് കൊടുത്തു അല്ലെ? മംഗൂസ് ഒരു കടി കൊടുത്തിട്ട് അവന്റെ സ്നേക്കിന്റെ അരികിൽ നിന്ന് ദൂരേക്ക് എന്ത് ചെയ്തു? മാറി. The moment the cobra struck, the crow and the myna hurled themselves at him only to collide heavily in mid-air. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം കോബ്ര ഈ നമ്മുടെ മംഗൂസിനെ കൊത്താനായിട്ട് പോകുന്നുണ്ടല്ലോ, ആ ഒരു ടൈമിന് ഈ കാക്കയും മൈനയും അവരും എന്ത് ചെയ്തു? ഇതിലേക്ക് ഇവന്റെ നേരെ വെച്ചാൽ കോബ്രയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചത്? ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഈ കോബ്രയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും തമ്മിൽ അതിശക്തമായിട്ട് എന്ത് ചെയ്തു? അന്തരീക്ഷത്തിൽ വെച്ചിട്ട് കൂട്ടിമുട്ടി. Shrieking at each other, they returned to the cactus plant. അങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേദന വന്നു. അവരെന്ത് ചെയ്തു? തിരിച്ച് ആ കള്ളിമുൾ ചെടിയുടെ മുകളിൽ തന്നെ പോയിട്ട് ഇരുന്നു. A few drops of blood glistened on the cobra's back. അപ്പം കുറച്ച് ബ്ലഡ് അല്ലെ? കോബ്രയുടെ പുറത്ത് എന്തായിരുന്നു? കുറച്ച് ബ്ലഡ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് രക്തത്തുള്ളികൾ കാണുന്നുണ്ടായിരുന്നു. The cobra struck again and missed. അപ്പോൾ കോബ്ര വീണ്ടും എന്താണ്? കൊത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മിസ്സായി പോവാണ്. Again the mongoose sprang aside, jumped in and bit.
അപ്പൊ നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തില്ല, വിട്ടുകൊടുത്തില്ല അല്ലെ, വീണ്ടും എന്ത് ചെയ്തു, ചാടിയിട്ട് വീണ്ടും കോബ്രയെ കടിച്ചു. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. അപ്പം ഈ കാക്കയും മൈനയും വീണ്ടും എന്ത് ചെയ്തു, സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഇതുപോലെ വന്നു. പഴയപടി തന്നെ സംഭവിച്ചു. രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ചു. എന്ത് ചെയ്തു, വേദനയായി വീണ്ടും ആ ചെടിയിൽ പോയിട്ട് ഇരുന്നു. The third round followed the same course as the first, but with one dramatic difference. എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് ആയി ഇവരുടെ പോര്. ആ മൂന്നാമത്തെ റൗണ്ടും ഏകദേശമൊക്കെ ആദ്യം നടന്ന പോലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത്. എന്നാൽ കൂടെ ചെറിയൊരു നാടകീയമായൊരു രംഗം അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ വട്ടവും ക്രോയും മൈനയും, കാക്കയും മൈനയും എന്ത് ചെയ്തു, ആ തീരുമാനം തന്നെ എടുത്തു. ഞങ്ങൾ കോബ്രയ്ക്ക് എതിരെ അറ്റാക്ക് ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അല്ലെ. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, രണ്ടുപേർക്കും അങ്ങ് പിഴച്ചു പോയി. The myna flew on and reached its perch. ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ തെറിച്ചു പോവാണ്. അപ്പൊ മൈന എന്ത് ചെയ്തു, ആ സ്പോട്ടിൽ പറന്നിട്ട് ആ ചെടിയുടെ മുകളിൽ തന്നെ പോയിരുന്നു. But the crow tried to pull up in mid-air and turn back. ക്രോ ഇങ്ങനെ കാക്ക ശ്രമിക്കുന്നുണ്ട് അല്ലെ, മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അന്തരീക്ഷത്തിൽ അവൻ എന്ത് ചെയ്തു, ബാക്കോട്ട് തന്നെ തെറിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ കാക്ക ഇങ്ങനെ ബാക്കോട്ട് പോകുന്ന ആ കറക്റ്റ് ടൈമിനാണ് നമ്മുടെ കോബ്രയും എന്ത് ചെയ്യുന്നത്, അതിന്റെ പത്തി ഇങ്ങനെ പൊന്തിക്കുന്നത് അല്ലെ. അതിശക്തമായിട്ടാണ് കോബ്ര എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റ് ഫോഴ്സിലാണ് കോബ്ര പൊന്തുന്നത്. ആ സെയിം ടൈമിൽ തന്നെ കോബ്ര എന്ത് ചെയ്തു, ഈ കാക്കയെ പോയിട്ട് ഹിറ്റ് ചെയ്തു. കാക്കയുടെ ബോഡിയിൽ അതിശക്തമായിട്ട് ഹിറ്റ് ചെയ്തു. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while it lay still. എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഞാൻ നോക്കുമ്പോൾ പിന്നെ കാണുന്ന കാഴ്ച എന്താണ്, ഈ കാക്ക ഒരു 20 അടി അങ്ങ് ദൂരെ ഗാർഡനിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ കാക്ക വന്നിട്ട് വീഴുന്നത്. അവിടെ നിന്ന് ഈ കാക്ക കുറച്ചു നേരം ഒന്ന് പെടഞ്ഞു, എന്നിട്ട് പിന്നെ സൈലന്റ് ആയി. എന്ന് വെച്ചാൽ എന്താ, കാക്ക അങ്ങ് ചത്തുപോയി. The myna remained on the cactus plant and very wisely refrained from interfering again. അപ്പം നമ്മുടെ മൈനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി ഇതിലിടപെട്ട എനിക്കും പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ മൈന എന്ത് ചെയ്തു, ബുദ്ധിപരമായിട്ട് തന്നെ ഒന്നും ചെയ്യാതെ ഈ കാഴ്ച കണ്ട് കാക്ടസ് പ്ലാന്റിന്റെ മുകളിൽ തന്നെ ഇരുന്നു. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. അപ്പൊ എന്ത് സംഭവിച്ചു അവസാനം, നമ്മളെ കോബ്ര ഇപ്പം മത്സരിച്ചൊക്കെ കൂടെ ദുർബലനായി ഇരിക്കുകയാണ്. പക്ഷെ മംഗൂസിന് ഒട്ടും പേടിയോ അല്ലെങ്കിൽ ഒരു ബോഡി വീക്കാവുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്ത് ചെയ്തു, അവന്റെ കുഞ്ഞു കാലുകൾ എന്ത് ചെയ്തു, അവൻ ഇങ്ങനെ ഉയർത്തി പൊങ്ങി വച്ചു. എന്നിട്ട് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് അല്ലെ, വളരെ സ്പീഡിൽ എന്ത് ചെയ്തു, ആ ബിഗ് സ്നേക്കിനെ എന്ത് ചെയ്തു, അതിന്റെ തല നമ്മുടെ മംഗൂസ് അവന്റെ വായിൽ ആക്കി. The cobra writhed and lashed about in a frightening manner and even called itself about the mongoose, but all to no avail. എന്താ പറഞ്ഞിരിക്കുന്നത്, ആ സമയത്ത് കോബ്ര എന്ത് ചെയ്യാണ്, ഇങ്ങനെ പെടയുകയാണ് അല്ലെ, പേടിച്ചിട്ട് പെടയുകയാണ്. കാരണം അവന്റെ തല ആരുടെ വായിലാണ്, ഈ മംഗൂസിന്റെ വായിലാണ്. പക്ഷെ അവനൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. The little fellow hung grimly on until the snake had ceased to struggle. He then smelled along its curving length. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ നന്നായിട്ട് പെടയുന്നുണ്ട് കോബ്ര. അപ്പം ഈ നിലത്ത് കിടക്കുന്ന ഈ കോബ്രേനെ നമ്മുടെ ആരാണ്, മംഗൂസ് വന്നിട്ട് ഒന്ന് സ്മെല്ല് ചെയ്യുന്നുണ്ട്, ബോഡി സ്മെല്ല് പിടിക്കുന്നുണ്ട്. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദി ഹുഡ്, ഡ്രാഗിങ് ഇറ്റ് ഇൻ ടു ദി ബുഷസ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, അവന്റെ തല കടിച്ചു പിടിച്ചിട്ട് എങ്ങടേക്ക് പോയി, കുറ്റിക്കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. അപ്പം നമ്മുടെ മൈന എന്ത് ചെയ്തു, ആ ചെടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇങ്ങനെ മെല്ലെ ദൂരെ നിന്നിട്ട് തന്നെ, സേഫ് ആയിട്ട് തന്നെ ദൂരെ നിന്നിട്ട് ആ ബുഷിന്റെ ഇടയിലേക്ക് ഒന്ന് നോക്കി. ആ കാഴ്ച കണ്ടിട്ട് അവിടെ നിന്നിട്ട് അവൻ എന്ത് ചെയ്തു, നമ്മുടെ മംഗൂസിനെ അഭിനന്ദിക്കുന്ന തരത്തിൽ ഓരോ ആഹ്ലാദ പ്രകടനം, ഓരോ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. നമ്മുടെ കുട്ടിയും എന്ത് ചെയ്തു, ബോയ് എന്ത് ചെയ്തു, ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോയിട്ട് മുത്തശ്ശന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു.
He was pleased that the mongoose had won. അത് കേട്ടപ്പോൾ മുത്തച്ഛൻ എന്തായി, ഭയങ്കര സന്തോഷമായി മംഗൂസ് ജയിച്ചപ്പം. He had encouraged it to live in the garden to keep away the snakes and fed it regularly with scraps from the kitchen. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ എന്ത് ചെയ്യാറുണ്ട്, ഈ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഒക്കെ നമ്മുടെ മംഗൂസിന് കൊടുക്കാറുണ്ട്. അപ്പൊ മംഗൂസ് ഇത് ഗാർഡനിൽ കയറി കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് മുത്തശ്ശൻ അതിനെ ആട്ടി ഓടിച്ചിട്ടൊന്നുമില്ല. കാരണം മുത്തശ്ശൻ അറിയാം ഇങ്ങനൊരു മംഗൂസ് ഇവിടെ ഉണ്ടാവുമ്പോൾ ഒരു പാമ്പും അവിടേക്ക് അടുക്കില്ല എന്ന്. Okay, he had never tried taming it because wild mongoose was more useful than a domesticated one. അപ്പൊ മുത്തശ്ശന് എന്താണ്, ഈ പറയുന്ന ഈ മംഗൂസിനെ ഒരിക്കലും ഇണക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മുത്തശ്ശൻ അറിയാം ഇണങ്ങിയ മംഗൂസിനേക്കാൾ ഏറ്റവും നല്ലത് ആരാണ്, വന്യമായിട്ടുള്ള കീരിയാണ് എന്ന് മുത്തശ്ശന് നന്നായിട്ട് അറിയാം. അതിന് ഭയങ്കര ശൗര്യമായിരിക്കും അല്ലേ. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. അപ്പം നമ്മുടെ ബോയ് അധികവും ഈ ബനിയൻ ട്രീന്റെ മുകളിൽ ഇരിക്കുമ്പം കാണാറുണ്ട്. എന്താണ്, ഈ മംഗൂസ് നമ്മുടെ ഗാർഡന്റെ 4 മൂലയിൽ കൂടെ ഇങ്ങനെ റോന്ത് ചുറ്റാറുണ്ട്, ഇങ്ങനെ നടക്കാറുണ്ട്. ഒരു വട്ടം എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു, അവന്റെ വായയിൽ എന്തും ഉണ്ടായിരുന്നു, ഒരു കോഴിമുട്ടയും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പം കോഴിക്കൂടും ഇവന്റെ ഒരു സന്ദർശന സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. But he had not harmed the birds and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. അപ്പം മുത്തശ്ശി പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുട്ട എടുക്കുന്നതുകൊണ്ട് മുത്തശ്ശിയും അവനെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. കാരണം അവിടെ വരുന്ന ഈ പാമ്പുകളെയൊക്കെ എന്താണ് ഓടിച്ചു വിടുന്നത് ഇവനാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി എന്ത് ചെയ്തു, ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. അപ്പം നമ്മുടെ ബനിയൻ ട്രീ എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുക, നമ്മുടെ ഒരു സ്ട്രേഞ്ച് കേസിനും കൂടെ സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എന്താ, അവിടെ ഒരു ഗ്രേ സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ എന്താ, ചാര നിറത്തിലുള്ള ഒരു അണ്ണാനും അതുപോലെ ഒരു വൈറ്റ് റാറ്റും അല്ലെ, ഒരു വെള്ള എലിയും, അവരുടെ ഒരു ഇൻസിഡന്റും ഈ ബനിയൻ ട്രീയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. വൈറ്റ് റാറ്റ് എന്ന് പറയുന്നത് ഈ വെള്ള എലി മുത്തശ്ശൻ്റെതായിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അനാസ്. അപ്പം 4 അണയ്ക്ക് മുത്തശ്ശൻ എന്ത് ചെയ്തിരുന്നു, ഈ വൈറ്റ് എലിയെ മാർക്കറ്റിൽ നിന്നിട്ട് വാങ്ങിച്ചതായിരുന്നു. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദി ഓൾ ട്രീ. പക്ഷെ ഞാൻ അതിന് എന്ത് ചെയ്യാറുണ്ട്, ട്രീയുടെ മുകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഈ വൈറ്റ് റാറ്റിനെയും കൂടെ എടുക്കാറുണ്ട്. ബനിയൻ ട്രീ വേർഡ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദി സ്ക്യൂറസ്. അപ്പം എന്താണ്, ഈ ബനിയൻ ട്രീയിൽ നമ്മുടെ ഈ വൈറ്റ് റാറ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവിടെയുള്ള സ്ക്യൂറലായിട്ട് അല്ലെ ഒരു അണ്ണാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയി. ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് ഫ്രം ദി among the branches. അവരെന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ അവിടെയുള്ള കൊമ്പുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി സന്ദർശനം നടത്താറുണ്ട്. Then the squirrel started building a nest. പിന്നീട് എന്താവാൻ തുടങ്ങി, നമ്മുടെ സ്ക്യൂറൽ ഒരു എന്താണ് ഒരു കൂട് അവിടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. At first she tried building it in my pockets and when I went indoors and changed my clothes I would find straw and grass falling out. എന്താണ്, കൂടെ വെക്കാൻ അവൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പോക്കറ്റിലായിരുന്നു. കാരണം എന്താ, ഞാൻ ഡ്രസ്സ് അകത്ത് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് എനിക്ക് എന്താണ് അതിൻ്റെ കമ്പും പുല്ലൊക്കെ കിട്ടാറുണ്ട്, അതൊക്കെ ഇങ്ങനെ വീഴാറുണ്ട് പോക്കറ്റിൽ നിന്ന്. Then one day grandmother's knitting was missing. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറുടെ എന്താണ് ഈ തുന്നുന്ന സാധന സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തായി, മിസ്സായി. We hunted for it everywhere but without success. ഇവരെല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ എവിടെ നിന്നിട്ടും കിട്ടിയില്ല. Next day I saw something glinting in the hall in the banyan tree. അപ്പോൾ ബനിയൻ ട്രീയുടെ ഒരു ഹാളിൽ എന്തോ ഒരു സാധനം തിളങ്ങുന്നതായിട്ട് പിറ്റേ ദിവസം നമ്മുടെ ബോയ് കാണുണ്ടായി. Going up to investigate I saw that it was the end of grandmother's steel knitting needle. അല്ലെ, അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, നോക്കിയ സമയത്ത് കണ്ടത് എന്താണ്, ഈ ഗ്രാൻഡ് മദറുടെ തുന്നുന്ന സൂചി ഉണ്ടല്ലോ, സൂചിയുടെ തിളക്കമായിരുന്നു അവൻ കണ്ടത്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് knitting. നോക്കിയ സമയത്ത് എന്തായിരുന്നു, ഈ knittingൽ മുത്തശ്ശി യൂസ് ചെയ്യുന്ന ഈ തുന്നുന്ന സാധനങ്ങളൊക്കെ ആ ഹാളിന്റെ അകത്ത് ഉണ്ടായിരുന്നു. And amongst the wool were 3 baby squirrels, all of them white. അപ്പം അവിടെയുള്ള ആ കമ്പിളിക്കൂട്ടത്തിന്റെ ഉള്ളിൽ എന്താണ്, 3 കുഞ്ഞുങ്ങളും 3 അണ്ണാന്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ 3 പേരും വെളുത്ത കളറായിരുന്നു, വൈറ്റ് ആയിരുന്നു. ഗ്രാൻഡ് ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽ ബിഫോർ. ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഇങ്ങനെ വെള്ള അണ്ണാനെ ഒന്നും ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. അപ്പം ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, ഇവനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ
സ്ക്യൂറൽസിനെ നോക്കുന്നത്. വി വർ പസിൽ ഫോർ സം ടൈം. ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ ആയി ഇത് കണ്ട സമയത്ത്. ബട്ട് വെൻ ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ് ടു ദ ട്രീ, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അല്ലേ, അപ്പം ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് ഒരു കാര്യം സൂചിപ്പിച്ചു. എന്താണ്? ഈ എലി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വൈറ്റ് റാറ്റ് ഉണ്ടല്ലോ മുത്തശ്ശൻ്റെ, അത് ഇടയ്ക്കിടയ്ക്ക് ഈ ട്രീയിൽ പോവാറുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദി ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എലി തന്നെയായിരിക്കും. റാറ്റ്സ് ആൻഡ് സ്ക്യൂറൽ were related to each other. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ എന്തുണ്ടാവും? ഒരു ബന്ധം ഉണ്ടാവണം. He said, and so it was quite possible for them to have offsprings, in this case white squirrels. അതുകൊണ്ട് തന്നെ എന്താണ്? തീർച്ചയായിട്ടും അവർ ബന്ധം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്? ഈ വൈറ്റ് സ്ക്യൂറൽസ് ആണ്, അല്ലെ, വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പാർട്ട് ബിയിലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. The cobra was a good fighter, pick out one of his fighting techniques. കോബ്ര എന്ന് പറയുന്നത് ഒരു നല്ല ഫൈറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അത് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്നാ ചോദിച്ചിരിക്കുന്നത്. The cobra stood on the defensive, swaying slowly from side to side. അല്ലേ, ആ പാരഗ്രാഫിൽ നമുക്ക് കാണാം കോബ്ര എന്തൊക്കെയാ ചെയ്യുന്നത്? വളരെ ഡിഫെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ആക്രമണം പ്രതീക്ഷിച്ചിട്ട് എപ്പോഴും അതിനെ പ്രതികരിക്കാനായിട്ട് തന്നെയാണ് കോബ്ര നിൽക്കുന്നത്. ഇനി മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? സൈഡിൽ നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ മെല്ലെ ചലിക്കുന്നുണ്ട്. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്. അല്ലേ, ഒരു തെറ്റായ മൂവ് നടത്തിയിട്ട് നമ്മുടെ മംഗൂസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? His great hood came down so swiftly that the writer thought the mongoose would be killed. അല്ലേ, ഈ കോബ്ര ചെയ്യുന്നത് എങ്ങനെയാ? മെല്ലെയാണ് അതിന്റെ പത്തി എന്ത് ചെയ്യുന്നത്? താഴ്ത്തി കൊണ്ടുവന്നിട്ട് പെട്ടെന്നാണ് അറ്റാക്ക് നടത്തുന്നത്. അത് കണ്ട സമയത്ത് റൈറ്റർ പോലും വിചാരിച്ചു എന്താ, മംഗൂസിന് ഇനി രക്ഷയില്ല എന്ന്. അപ്പൊ ആൻസർ എന്താണ്? The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. His great hood came down so swiftly that the writer thought the mongoose would be killed. ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. The mongoose proved that he was clever. Can you cite any instance of his cleverness? അപ്പം മംഗൂസ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു താനൊരു ബുദ്ധിമാനാണ് എന്ന്. അപ്പം ഏത് ഭാഗത്താണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെന്നാണ്. എവിടെയാണ് തോന്നിയിരിക്കുന്നത്? കോബ്ര മംഗൂസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ച സമയത്ത് മംഗൂസ് എന്തായിരുന്നു ചെയ്തത്? പെട്ടെന്ന് ഒരു സൈഡിലേക്ക് മാറിയിട്ട് കോബ്രയുടെ ശ്രദ്ധയും തെറ്റിക്കാനായിട്ടൊരു വ്യാജ നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലേ? അതുപോലെ സ്നേക്കിനെ പോലെ തന്നെ അവനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പെട്ടെന്ന് വെച്ചിട്ട് മൂവ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് ഒരു റാപ്പിഡ് മൂവ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു കോബ്രയിൽ നിന്ന് ദൂരത്തേക്ക്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പം അത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മംഗൂസിന്റെ ക്ലവർനെസ് തെളിയിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ ആൻസർ എന്താണ്? When the cobra struck, the mongoose jumped neatly to one side and darted in swiftly, biting the snake on the back. Then he darted away from the snake out of his reach. ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, question number 11. What were the reactions of the spectators when the cobra struck? അല്ലെ, കോബ്ര മംഗൂസിനെ കൊത്താനായിട്ട് പോയ സമയത്ത് അവിടെ അവരുടെ കാഴ്ചക്കാരായിട്ട് നിന്നിരുന്ന മൈനയുടെയും കാക്കയുടെയും റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. എന്തായിരുന്നു? അവരും എന്ത് ചെയ്തു? ഇതുപോലെ കോബ്രയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താ? രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ച് വേദനിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു? ആ ചെടിയിൽ തന്നെ പോയി ഇരുന്നു. അപ്പൊ ആൻസർ എന്താണ്? When the cobra struck, അല്ലെ, കോബ്ര ആക്രമിക്കാനായിട്ട് വന്ന സമയത്ത് the spectators, the crow and the myna hurled themselves at him. എന്താണ് ആ സമയത്ത്? കാക്കയും മൈനയും എന്ത് ചെയ്തു? അവന്റെ നേരേക്ക് തിരിഞ്ഞു, കോബ്രയുടെ നേരേക്ക് തിരിഞ്ഞു. But they collided in mid-air and returned to the cactus, making angry noises at each other. പക്ഷെ വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല, അവർ ദേഷ്യം പിടിച്ചിട്ട് വീണ്ടും എവിടെ വന്നിരുന്നു? ഈ കാക്ടസ് ചെടിയിൽ വന്നിട്ട് ഇരുന്നു. Question number 12. How did the crow push itself into trouble? എങ്ങനെയാണ് കാക്ക തന്നെ പോയിട്ട് എന്താ പറയുക, അവന്റെ മരണത്തിന്റെ കുഴി തോണ്ടി എന്ന് പറയില്ലേ, അത് എവിടെയാണ് നമ്മൾ എവിടെയാണ് കണ്ടത് എന്നാ ചോദിക്കുന്നത്. എങ്ങനെയാണ് കാക്ക അവന്റെ വിധി തെരഞ്ഞെടുത്തത്?
The myna and the crow dived at the cobra, but they missed them. അല്ലെ, സെയിം ടൈമിൽ മംഗൂസ് അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ മൈനയും കാക്കയും അവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കോബ്രയ്ക്കെതിരെ ചലിച്ചിട്ടുണ്ടായിരുന്നു. മൈന എന്ത് ചെയ്തു, വളരെ സേഫ് ആയിട്ട് അവിടെ തന്നെ തിരിച്ചു പറന്നു. The myna flew back to safely, but the crow tried to pull up in mid-air and turn back. പക്ഷെ നമ്മുടെ കാക്ക വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അറ്റാക്ക് ചെയ്യുന്നുള്ള ശ്രമത്തിൽ തന്നെ മുന്നോട്ടേക്ക് ആഞ്ഞിട്ടുണ്ടായിരുന്നു. In the second attack it took him to do this, the cobra struck him with great force and it proved fatal for the crow. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കാക്ക ഈ ഒരു മൂവ് നടത്തിയ സമയത്ത് തന്നെയായിരുന്നു കോബ്രയും എന്ത് ചെയ്തത്, വളരെ ശക്തമായിട്ട് അവന്റെ തല പൊക്കിയത്. ആ പ്രഹരം കൊണ്ടാണ് കാക്ക എന്തായത്, ചത്തുപോയത്. ഓക്കെ. Question number 13. Why is the myna said to be wise? ഇപ്പം മൈന പറയുന്നുണ്ട് വളരെ എന്താ പറയാ, വയസ്സായിട്ട് ബുദ്ധിപരമായിട്ട് നീങ്ങണം അല്ലെ. എന്തായിരുന്നു അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? When the myna saw it miss the cobra when it dived at it, it flew away. അല്ലെ, മൈന കണ്ടു, എന്താ കണ്ടത്, കോബ്രേനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മാത്രമല്ല, കോബ്ര തിരിഞ്ഞ സമയത്ത് ഇവർക്ക് മൊത്തത്തിൽ മിസ്സായിപ്പോയി. രണ്ടുപേരും മിസ് ചെയ്ത് രണ്ടുപേരും കൊളൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ മൈന എന്ത് ചെയ്തു, പറന്ന് സേഫ് ആയിട്ട് ആ ചെടിയുടെ മുകളിൽ പോയിട്ട് ഇരുന്നു. This is what it is said to be wise, but the foolish crow got killed. അപ്പൊ അവിടെ ആ നേരത്ത് കാണിച്ച ബുദ്ധി അതായിരുന്നു അല്ലെ. ആക്രമണം നടക്കും, എനിക്കും എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് മനസ്സിലാക്കിയ മൈന എന്ത് ചെയ്തു, വളരെ ബുദ്ധിപരമായിട്ട് ആ ചെടിയിൽ പോയിട്ട് ഇരുന്നു. ആൻസർ എന്താണ്? When the myna saw it missed the cobra when it dived at it, it flew away into safely and perched on the cactus. That is why it is said to be wise, but the foolish crow got killed. Okay. ഇനി question number 14. Who won the battle? What made the myna peer into the bushes? ഇതിൽ ആരാണ് വിജയിച്ചത്? എന്തുകൊണ്ടായിരുന്നു നമ്മുടെ മൈന ആ കുറ്റിക്കാട്ടിലേക്ക് ഇങ്ങനെ ഏന്തി നോക്കിയത്? അപ്പൊ ആരെയാണ് വിജയിച്ചത്? ഇതില് മംഗൂസ് ആയിരുന്നു അല്ലെ. അപ്പം ബുഷസിന്റെ ഇടയിൽ മൈന നോക്കാൻ കാരണം ആ കോബ്ര ശരിക്കും ചത്തിട്ടുണ്ടോ എന്നായിരിക്കും നമ്മുടെ മൈന അവിടെ നോക്കിയിരുന്നത്. എന്നിട്ട് കൺഫേം ആയി കഴിഞ്ഞാൽ മംഗൂസിനെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട്. ഓക്കെ. അപ്പൊ ആൻസർ എന്താണ്? The battle was won by the mongoose. മംഗൂസ് ആണ് വിജയിച്ചത്. The myna peered into the bushes to see if the cobra was really dead so that it could congratulate the mongoose. ഇനി question number 15. What prevented the grandfather from taming the mongoose? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ഈ മംഗൂസിനെ ഇണക്കി വളർത്താതിരുന്നത് എന്നാണ് അടുത്ത ചോദ്യം. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തിന് അറിയാം ഇണക്കി കഴിഞ്ഞാൽ ഇത്രയും ഒരു വീര്യമോ ശൗര്യമോ ഒന്നും ഈ മംഗൂസിന് കാണില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു വൈൽഡായ മംഗൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു വീര്യം ആ മംഗൂസ് തീർച്ചയായിട്ടും കാണിക്കും അല്ലെ. Grandfather knew that a wild mongoose was more useful than a tamed one. This knowledge prevented him from taming it. അപ്പം ഗ്രാൻഡ് ഫാദറിന് അറിയായിരുന്നു എന്താണ്, ഒരു വൈൽഡ് മംഗൂസ് ആണ് എപ്പോഴും നല്ലത്. അപ്പം അതുകൊണ്ടായിരുന്നു അദ്ദേഹം അതിനെ ഇണക്കാതിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Why would grandmother forgive the mongoose for stealing the eggs? അപ്പം അവിടെയുള്ള കോഴിക്കൂട്ടിൽ കയറിയിട്ട് കോഴിമുട്ടയൊക്കെ കക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അത് ഗ്രാൻഡ് മദർ അറിഞ്ഞിട്ടും ഗ്രാൻഡ് മദർ അത് തടയാനോ ഒന്നും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഗ്രാൻഡ് മദർ അവനോട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അതിന്റെ കാരണം? Grandmother forgave the mongoose for stealing the eggs because it kept the garden clear of snakes and it did not do any harm to the chicken. എന്താ പറഞ്ഞേ? ഒന്നാമത് എന്താന്ന് വെച്ചാൽ മുട്ട എടുക്കാൻ പോകുമ്പോൾ ആ മുട്ട മാത്രമേ അവൻ എടുക്കാറുള്ളൂ. അവിടുത്തെ കോഴികളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാറോ കൊല്ലാറോ ഒന്നുമില്ല. കൂടാതെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്ന എല്ലാ സ്നേക്സിനെയും എന്ത് ചെയ്യാറുണ്ട്, ഓടിച്ചു വിടാറുണ്ട്. ആ കാരണം കൊണ്ടാണ് ഗ്രാൻഡ് മദർ അവന് മാപ്പ് കൊടുത്തത് ഈ ഒരു മുട്ട എടുക്കുന്നതിൽ നിന്ന്. ഓക്കെ. ഇനി question number 17. Who was the new friend of the squirrel? സ്ക്വിറലിന്റെ ആ പുതിയ ഫ്രണ്ട് ആരായിരുന്നു? മുത്തശ്ശൻ കൊണ്ടുവന്ന ആ വെള്ള എലിയായിരുന്നു അല്ലെ. അവര് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കുകയും അതുപോലെ മരത്തിന്റെ ചില്ലയിൽ കയറി ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ? The new friend of the squirrel was a white rat
that grandfather had bought from the bazaar. ബസാറിൽ നിന്ന് ഗ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്ന എലിയാണ് സ്ക്വിറലിന്റെ പുതിയ ഫ്രണ്ട്. They enjoyed their friendship by going off together on excursions among the branches. അവരെന്ത് ചെയ്യാറുണ്ട്? കുറേ ടൈമിൽ ഈ ബ്രാഞ്ചസിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓടി കളിക്കാറുണ്ട്. Finally the squirrel and the white rat mated and had babies. അവസാനം എന്താ? ഈ സ്ക്വിറലിനും വൈറ്റ് റാറ്റിനും കൂടെ ആയിട്ട് എന്ത് ചെയ്തു? 3 കുഞ്ഞുങ്ങളും ഉണ്ടായി. ഇനി question number 18. How did the boy come to know that the squirrel was building a nest? ബോയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായത് സ്ക്വിറൽ അവിടെ ഒരു കൂട് ഉണ്ടാക്കുന്നുണ്ടെന്ന്? എങ്ങനെയായിരുന്നു മനസ്സിലായത്? എങ്ങനെയായിരുന്നു? ബോയുടെ പോക്കറ്റിൽ നിന്ന് ബോയ്ക്ക് കുറെ എന്താ പറയുക ഗ്രാസും അതുപോലെ സ്ട്രോയും ഒക്കെ ഇങ്ങനെ പുല്ലും ഈ കമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ബോയ്ക്ക് മനസ്സിലായി അണ്ണാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂട് പണിയുന്നുണ്ട് എന്ന്. അപ്പൊ എന്താ? The boy came to know that the squirrel was building a nest when he discovered straw and grass falling out of his pockets. അല്ലെ, പോക്കറ്റിൽ നിന്ന് അത് കിട്ടിയപ്പോൾ തന്നെ ബോയ്ക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? Later he saw the knitting of his grandmother in the nest of the tree. അല്ലെ, ഈ തുന്നുന്ന സാധനങ്ങളൊക്കെ മുത്തശ്ശിയുടെ മിസ്സായിരുന്നു. അതും അവൻ എവിടുന്ന് കണ്ടു? ആ ഹാളിൽ നിന്നായിരുന്നു കണ്ടത്. There were 3 baby squirrels in the wool. ആ വൂളിന്റെ മുകളിൽ ആരും ഉണ്ടായിരുന്നു? 3 അണ്ണാൻ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. And last question. What was the wonder that nature had kept for them in the nest? അല്ലെ, ആ നെസ്റ്റില് നമുക്ക് എല്ലാവരും കൂടെ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കാര്യം എന്തായിരുന്നു? അല്ലെ, മുത്തശ്ശനും ഈ ബോയും മുത്തശ്ശിയും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഞെട്ടി നിന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വേറൊന്നുമല്ല അല്ലെ, ആ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴായിരുന്നു ഇവര് ഞെട്ടിയത്. കാരണം നമ്മളും അങ്ങനെ വെള്ള അണ്ണാനൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? The wonder nature had kept for them was the 3 white baby squirrels in the nest. അല്ലെ, നെസ്റ്റിലുള്ള ആ 3 വെള്ള കുഞ്ഞുങ്ങളായിരുന്നു ഇവര് കണ്ട ആ അത്ഭുതം. Grandfather said that rats and squirrels were related and it was possible for them to have offsprings if they mated. അപ്പൊ അവര് തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാറ്റ് ആണ് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറയുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു.